വെച്ചേക്കുന്നത്. ലൂസിഫറിനൊക്കെ ഒരു ക്ലാസ് ഉണ്ട്, ആ ക്ലാസ് ഇതിൽ കളഞ്ഞു പിടിച്ചേക്കുക. നല്ല സിനിമയാണ്. ലൂസിഫറിന്റെ എന്ത് കണ്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് വരുന്നു. അപ്പം സെയിം മോഡേൺ ആണ്. പൃഥ്വിരാജിന്റെ ഡിറക്ഷൻസ് റിയലി ഗുഡ്. മമ്മൂട്ട് പിന്നെ മോഹൻലാൽ ഹീസ് ആക്ച്വലി ബാക്ക്. സോറി, അത് കട്ട് ചെയ്യണേ. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. പോസിറ്റീവ് പടത്തിന് വന്നു കഴിഞ്ഞാൽ കേരളം കത്തുമെന്ന് പറഞ്ഞു. തീപ്പെട്ടി എടുത്തു വെച്ചോ, കത്താനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. ഒരുപക്ഷെ നാളെ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ പോലും ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നുണ്ട്. അതിന് ഒരു പാർട്ടിയെയും അവർ ഒഴിവാക്കുന്നില്ല. അത് ആരെയും ട്രോൾ ചെയ്യുകയോ അല്ലെങ്കിൽ മോശമായി കാണിക്കുന്നതോ അങ്ങനെയല്ല. ഒരു ഇന്ത്യൻ പൊളിറ്റിക്സിനെ ഒരു ഫോർത്ത് പാർട്ടി പെർസ്പെക്റ്റീവ് കാണുന്ന ഒരു സിനിമ. നിങ്ങൾ വിചാരിക്കാത്ത ആളിലും വിചാരിക്കാത്ത ക്ലൈമാക്സ്. പക്ഷേ ഇഷ്ടമില്ലാതെ ഫീൽ ചെയ്ത് ഇടയ്ക്ക് ഒരു ബോളിവുഡ് പടത്തിനിടയിൽ കുറച്ച് മലയാളം. ലൂസിഫറിനെക്കാളും കൊള്ളാം. അതൊരു വേറെ ലെവലാണ്. അത് കുറച്ച് കേരളത്തിൽ ഉള്ള കുറച്ച് സംഗതികളേ ഉള്ളൂ. ഇത് പല പല ലൊക്കേഷനാണ്, ഇന്റർനാഷണൽ ലൊക്കേഷനാണ്. അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ഫസ്റ്റ് ഹാഫ് ഇപ്പോൾ ചിലർ പറയും ആ ഒരു സ്റ്റോറിയുടെ ഇതായിട്ടുള്ള ഒരു ചെറിയ ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയില്ല, അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. രാജുവിന്റെ കാര്യം പിന്നെ പറയണ്ട, ലാലേട്ടന്റെ സ്ക്രീൻ പ്രസൻസ് ഒരു രക്ഷയില്ല.